ആവാസ് ഉറുദു കേരളയുടെ ഓൺലൈൻ പരിശീലനത്തിൻ്റെ ഭാഗമായുള്ള പുതിയ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഉബുണ്ടു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ആദ്യമായി ഉബുണ്ടു സോഫ്റ്റ്വെയർ പഠിച്ചു തുടങ്ങുന്ന ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സിലെ വിവരങ്ങൾ നൽകുന്നത്. ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്തു വന്നാൽ അതിൻ്റെ ഡെസ്ക് ടോപ്പിൽ സ്ക്രീൻ ഇങ്ങനെയായിരിക്കും. ഉബുണ്ടു ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ്. നമ്മുടെ വിദ്യാലയങ്ങളിലും ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ഇന്ന് ഉബുണ്ടു ആണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ഓൺ ചെയ്തു വന്നാൽ കാണുന്ന ഡെസ്ക് ടോപ്പിൻ്റെ സ്ക്രീൻ ആണ് ഇത്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഓൺ ചെയ്ത കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്ന പ്രക്രിയക്ക് ഷട്ട് ഡൗൺ ചെയ്യുക എന്നാണ് പറയുക. പവർ ഓഫ് ആക്കുന്ന പ്രക്രിയയാണിത്. സാധാരണ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വിച്ച് ഇട്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും കഴിയുമെങ്കിലും കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്ന ഷട്ട് ഡൗൺ ചെയ്യുന്ന പ്രക്രിയ പൂർത്തിയാവേണ്ടതുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടത് എന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പ് സ്ക്രീനിൽ വലതുവശത്തായിട്ട് ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെ ഒരു ചിഹ്നമുണ്ട്, ഐക്കണുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ വലതുവശത്തായിട്ടുള്ള ഒരു ഐക്കൺ, മോണിറ്ററിൻ്റെ ഐക്കണുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ വരുന്ന വിൻഡോയിൽ ഏറ്റവും താഴെയായിട്ടാണ് ഷട്ട് ഡൗൺ ഉള്ളത്. ഈ ഷട്ട് ഡൗൺ ക്ലിക്ക് ചെയ്താൽ മറ്റൊരു ചെറിയ വിൻഡോ സ്ക്രീനിന് നടുവിലായിട്ട് കാണാം. അതിൽ ഉണ്ടാകും ഷട്ട് ഡൗൺ. നമുക്ക് ഷട്ട് ഡൗൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടർ ഓഫ് ആവുന്നതാണ്. വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ സ്ക്രീനിലെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഒരു മെനു ബാർ ഉണ്ട്. അതിൽ തന്നെ ധാരാളം ഐക്കണുകളും മെനുകളൊക്കെ ഉള്ളത്. ഇതിൽ ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് ഭാഗമാണ് ആപ്ലിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ മെനുവിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇതിൽ ആദ്യം തന്നെ ആക്സസറീസ്, അതുപോലെ എഡ്യൂക്കേഷൻ തുടങ്ങി ധാരാളം മെനുകൾ ഉണ്ട്. ഇതിൽ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മെനുവാണ്. അതുപോലെ സൗണ്ട് ആൻഡ് വീഡിയോ ഒരു പ്രധാനപ്പെട്ട മെനുവാണ്. അതുപോലെ ഇൻ്റർനെറ്റ്, ഗ്രാഫിക്സ്, ഗെയിംസ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കൊക്കെ കളിക്കാവുന്ന എഡ്യൂക്കേഷൻ മായി ബന്ധപ്പെട്ട കുറേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറൊക്കെ ഉള്ളതാണ്. എഡ്യൂക്കേഷൻ കിഡ്സ്, അതുപോലെ എഡ്യൂക്കേഷൻ മെനു. ഇതുപോലെ ആപ്ലിക്കേഷനിലെ ഓരോ മെനുവിൽ നിന്ന് കൂടിയാണ് നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളതാണ് പ്ലേസസ് എന്നുള്ളത്. ഇതിൽ നമ്മളെ കമ്പ്യൂട്ടറിലെ ഫോൾഡറുകളും മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പ്ലേസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ധാരാളം ഫോൾഡറുകൾ ഉണ്ടാകും. ഫോൾഡറുകൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ ഫയലുകളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന നിശ്ചിത സ്ഥലങ്ങളാണ്. കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫോൾഡറാണ് ഹോം ഫോൾഡർ എന്നുള്ളത്. ഇത് ഡെസ്ക് ടോപ്പിൽ തന്നെ കാണാവുന്നതാണ്. ഹോം ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നമ്മൾ കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ തന്നെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഫോൾഡറുകൾ കാണാവുന്നതാണ്. ഇതിൽ ഡോക്യുമെൻറ്റ്, ഡൗൺലോഡ്സ്, അതുപോലെ മ്യൂസിക്, പിക്ചേഴ്സ്, വീഡിയോസ് തുടങ്ങിയ ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റേതായിട്ടുള്ള ഫോൾഡറുകളാണ്. അതുപോലെ തന്നെ ട്രാഷ് എന്നുമുണ്ട്. നമ്മൾ ഡെസ്ക് ടോപ്പിൽ ട്രാഷ്, ഈ ഹോമിൻ്റെ താഴെയായിട്ട് കാണുന്നത് ട്രാഷാണ്. വിൻഡോസ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ കാണുന്ന റീസൈക്കിൾ ബിൻ്റെ ഉപയോഗമാണ് ട്രാഷിന് ഉള്ളത്. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകളൊക്കെ ട്രാഷിലാണ് പോയി നിൽക്കുക. ട്രാഷിൽ നിന്നും വീണ്ടും ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ആ ഫയൽ നഷ്ടപ്പെടുന്നതാണ്. നമുക്കും ഇതുപോലെയുള്ള ഫോൾഡറുകൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എവിടെയും നമുക്ക് ഫോൾഡർ തയ്യാറാക്കാൻ സാധിക്കും. ഡെസ്ക് ടോപ്പിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ഫോൾഡർ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന മെനുവിലെ ന്യൂ ഫോൾഡർ എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫോൾഡറിന് എന്ത് പേരാണ് നൽകേണ്ടത് എന്ന് നമ്മളോട് ചോദിക്കും. അവിടെ നമ്മൾ പേര് നൽകി നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഉറുദു എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ നമുക്ക്
ഉറുദു എന്ന ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കാണാവുന്നതാണ്. ഇതിന് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഒരു ഫയലുകൾ ഓപ്പൺ ചെയ്യുന്നതിന് ധാരാളം വഴികളുണ്ട്. ഒന്ന്, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിലെ എൻ്റർ കീ അമർത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മുകളിലെ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്താലും നമ്മുടെ ഫയലായാലും ഫോൾഡറായാലും ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്, ഫോൾഡർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ഓപ്പൺ ചെയ്ത് വന്നാൽ ഒരു പുതിയ വിൻഡോയിലായിരിക്കും വരിക. ഈ വിൻഡോയിൻ്റെ വലതുവശത്തായിട്ട് പ്രധാനമായിട്ട് 3 ഐക്കണുകൾ കാണാൻ കഴിയും. ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിനുള്ളതാണ്, ഒഴിവാക്കുന്നതിലാണ് ഈ ഐക്കൺ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്തുള്ള ഐക്കൺ ഉപയോഗിക്കുന്നത് ഈ വിൻഡോയെ വലിയൊരു സ്ക്രീനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സ്ക്രീൻ ഫുൾ സ്ക്രീനാക്കി മാറ്റാൻ ഉപയോഗിച്ച ആ ബട്ടൺ അതിൻ്റെ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടാവും. ഫുൾ സ്ക്രീൻ ആക്കുമ്പോൾ വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പഴയ പോലെ പകുതിയായിട്ടുള്ള സ്ക്രീൻ ആയി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ തുറന്നു വെച്ച ഈ ഫോൾഡറിൻ്റെ വിൻഡോ നമുക്ക് മിനിമൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഭാഗത്തേക്ക് നമ്മൾ വരുന്നതായിട്ട് കണ്ടു. ഇവിടെ ഈ താഴെ കാണുന്ന ഈ ടാസ്ക് ബാറിൽ ഇതിൻ്റെ അവിടെ കാണാവുന്നതാണ് ആ വിൻഡോ. അതിൽ ക്ലിക്ക് ചെയ്താൽ അത് വീണ്ടും ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല, ഇത് നമ്മുടെ ആവശ്യത്തിന് വീണ്ടും എടുക്കുന്നതിന് വേണ്ടി മിനിമൈസ് ചെയ്ത് വെച്ചതാണ്. ഇങ്ങനെ യഥേഷ്ടം നമുക്ക് ഫോൾഡറുകളും അതിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും ഫോൾഡറുകളും സബ് ഫോൾഡറുകളൊക്കെ തയ്യാറാക്കി വെക്കാവുന്നതാണ്. നമുക്കൊരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കി അതിൽ തന്നെ വീണ്ടും ഒരു ഫോൾഡർ ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ ഫോൾഡർ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് അതിന് ഫോൾഡറിന് ഏകദേശം ആവശ്യമുള്ള പേരുകൾ നൽകാവുന്നതാണ്. നമ്മുടെ ഒരു ഫോൾഡർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പേര് മാറ്റാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. അതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഞാൻ ഉറുദു എന്ന ഫോൾഡറിൽ std5 എന്ന ഒരു സബ് ഫോൾഡറാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ std5 എന്നുള്ളതിൻ്റെ പേര് മാറ്റുകയാണ് ഞാൻ. പേര് മാറ്റുന്നതിന് റീനെയിം ചെയ്യുന്നതിന് നമ്മൾ ഏത് ഫോൾഡറിനെയാണോ റീനെയിം ചെയ്യേണ്ടത് അതിൽ മൗസ് പോയിൻ്റർ വെച്ചുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ റീനെയിം എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പുതിയ പേര് അടിക്കാനുള്ള സ്പേസ് കാണും. അവിടെ നമുക്ക് ആവശ്യമുള്ള പേര് നൽകിക്കൊണ്ട് റീനെയിം എന്ന ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ കീബോർഡിലെ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടോ നമുക്കിതിൻ്റെ പേര് മാറ്റാവുന്നതാണ്. അതോടുകൂടി അതിൻ്റെ പേര് മാറിയിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് സ്ക്രീനിൻ്റെ മറ്റ് ചില പ്രധാന ഭാഗങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇവിടെ സമയം കാണാവുന്നുണ്ട്. നമുക്ക് സമയത്തിൽ ക്ലിക്ക് ചെയ്താൽ കലണ്ടർ അവിടെ കാണുന്നതാണ്. കലണ്ടറിൻ്റെ അവിടെ സമയവും തീയതിയും ഒക്കെ കൃത്യമായിട്ട് ഉണ്ട്. നമുക്കത് ആവശ്യത്തിന് മാറ്റാവുന്നതാണ്. ഇതിന് തൊട്ടടുത്തായിട്ട് വോളിയം കൺട്രോളാണ്. നമ്മൾ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ സൗണ്ട് കൂട്ടാനും കുറക്കാനും ഉപയോഗിക്കുന്ന സാധനം ഇവിടെ വലതുവശത്തായിട്ട് മുകളിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ബാറ്ററിയുടെ ഒരു ചിഹ്നം, നമ്മൾ കമ്പ്യൂട്ടർ ബാറ്ററിയുടെ എത്രത്തോളം ചാർജ് ഉണ്ട് എന്ന് കാണിക്കുന്നതിനുള്ള ബാറ്ററി ഇവിടെ ഉണ്ട്. ഇവിടെ പ്രസ് ചെയ്താൽ ഇവിടെ 4:32 എന്ന് കാണിക്കുന്നത്. ഇനി ഈ കമ്പ്യൂട്ടറിലെ ബാറ്ററി എത്ര സമയം പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഷോർട്ട് ടൈം ഇൻ മെനു ബാർ. ഈ ബാറ്ററി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ എത്ര സമയത്തേക്ക് ഇനി ചാർജ് ഉണ്ട് എന്ന് കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ ഷോ പെർസെൻറ്റേജ് ഇൻ മെനു ബാർ എന്നുകൂടിയുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ മെനു ബാറിൽ ഈ ചാർജിന് എത്ര ശതമാനം ഉണ്ട്, 82% കമ്പ്യൂട്ടറിൽ ചാർജ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ ഇവിടെ മറ്റൊരു ചിഹ്നമുണ്ട് ഈ ബാറ്ററിയുടെ തൊട്ടടുത്തായിട്ട്. നമുക്ക് എന്താണെന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ കലണ്ടർ എന്നാണ് വരുന്നത്. ഒരു കലണ്ടർ സ്ക്രീനിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീയതികളും മറ്റു കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിയും. ഇവിടെ തന്നെ കലണ്ടറിൽ മന്ത് അതുപോലെ വീക്ക് തരത്തിൽ കാണാനും കഴിയും. മന്താക്കി കഴിഞ്ഞാൽ ഒരു മന്ത് മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇയർ ആണെങ്കിൽ ആ ഇയറിലെ ഫുൾ കലണ്ടറും കാണാൻ കഴിയും. അതുപോലെ തന്നെ
വീക്ക് ആക്കിയാൽ ഓരോ വീക്കും ഇതിൽ കാണാൻ കഴിയും. നമുക്കിവിടെ കലണ്ടറിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കാവുന്നതുമാണ്. 13 എന്നതിൽ ബർത്ത്ഡേ എന്ന് കുറിച്ച് വെച്ചിട്ടുണ്ട്. കലണ്ടറിൽ നമുക്ക് പ്രധാനമായ കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കാനും സാധിക്കുന്നതാണ്. അതിന് വേണ്ടത് അതാത് ഡേറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഈ ഇവൻ്റ് അവിടെ ടൈപ്പ് ചെയ്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് വരുന്നതാണ്. ആഡ് ചെയ്ത ബട്ടണിൽ വിവരങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിന് വീണ്ടും ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതുമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ ഡെസ്ക്ടോപ്പിലെ മെയിൻ വിൻഡോയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. നമ്മുടെ മൊബൈലിൽ ബ്ലൂടൂത്തും കമ്പ്യൂട്ടർ ബ്ലൂടൂത്തൊക്കെ കണക്റ്റ് ചെയ്യാനും മറ്റ് ഡിവൈസുകൾ സ്പീക്കറിലേക്ക് കണക്റ്റ് ചെയ്യാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ EN എന്ന് കാണുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിലെ കീബോർഡ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാനാണ് കഴിയുക. മറ്റ് ഭാഷകളൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് ഉറുദു, അറബി, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങി മറ്റ് ഭാഷകളൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ കഴിയും. അതിനു വേണ്ടിയുള്ള ക്രമീകരണം വരുത്തുന്നതിനുള്ള ഐക്കണാണ് ഈ EN എന്ന് കാണുന്നത്. ഈ EN എന്നിൽ ക്ലിക്ക് ചെയ്ത് താഴെയുള്ള ടെക്സ്റ്റ് എൻട്രി സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയ വിൻഡോ വരും. ഈ വിൻഡോയിൽ ഇൻപുട്ട് സോഴ്സ് എന്നുള്ളിടത്ത് നമുക്ക് ആവശ്യമുള്ള ഭാഷകൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇവിടെ ഇൻപുട്ട് സോഴ്സ് എന്നതിൻ്റെ താഴെ പ്ലസ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഭാഷകൾ കാണും. ഇത്ര ഭാഷകളാണ് ഇവിടെ കാണുന്നത്. നമുക്ക് കൂടുതൽ ഭാഷകൾ വേണമെങ്കിൽ ഇവിടെ താഴെയുള്ള ഈ 3 ഡോട്ട് മോർ എന്നുള്ള ബട്ടണാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഭാഷ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഉള്ള ഭാഷയാണ് അവിടെ കാണിക്കും. അല്ലെങ്കിൽ അതർ എന്നുള്ള ഇതാണ് കാണിക്കുന്നത്. അതർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഉറുദു നമ്മൾ ടൈപ്പ് ചെയ്ത ഭാഷ, ഞാൻ ഉറുദു ആണ് ടൈപ്പ് ചെയ്തത്, അതുകൊണ്ട് അവിടെ കാണിക്കുന്നു. ഉറുദുവിൽ എല്ലാവരും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ടൈപ്പിംഗ് വളരെ പെട്ടെന്ന് പഠിക്കാവുന്നൊക്കെ ഒരു കീബോർഡ് ലേഔട്ടാണ് ഉറുദു ഫോണിറ്റിക് കീബോർഡ് ലേഔട്ട്. അത് സെലക്ട് ചെയ്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിലും ഉറുദു ഇനി ടൈപ്പ് ചെയ്യാൻ കഴിയും. അതുപോലെ ഇപ്പോൾ ഇവിടെ ഉറുദു എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഹിന്ദി, അതുപോലെ മറ്റ് ഭാഷകളൊക്കെ നമുക്കിവിടെ ചേർക്കാൻ കഴിയുന്നതാണ്. അതുപോലത്തെ സ്ക്രീനിലെ മറ്റൊരു പ്രധാന ഭാഗമാണ് വൈഫൈ സിഗ്നൽ. വൈഫൈ സിഗ്നൽ നമുക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ വൈഫൈ സിഗ്നലൊക്കെ ലഭ്യമായ വൈഫൈ സിഗ്നലുകൾ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈഫൈ സിഗ്നൽ അബ്ദുള്ള ടി എന്ന പേരിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ പാസ്വേഡ് അമർത്തി നമുക്ക് വൈഫൈ കണക്റ്റ് ചെയ്യാവുന്നതാണ്. മൊബൈലിലെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിക്കൊണ്ടും നമുക്ക് ലാപ്ടോപ്പിൽ വൈഫൈ കണക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില സമയങ്ങളിൽ നമ്മൾ മൊബൈലിലെ വൈഫൈ ഓൺ ചെയ്താലും കമ്പ്യൂട്ടറിൽ അത് ചില സമയത്ത് കാണാറില്ല. അങ്ങനത്തെ ഘട്ടം വരികയാണെങ്കിൽ താഴെ എനേബിൾ വൈഫൈ എന്നുള്ള ടിക്ക് ഒഴിവാക്കുകയും വീണ്ടും അവിടെ ടിക്ക് നൽകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് റീഫ്രഷ് ആയിട്ട് നമുക്ക് വേണ്ട വൈഫൈ സിഗ്നൽ കാണിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ സ്ക്രീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ഒഴിവ് സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. ശുക്രിയ. ഖുദ ഹാഫിസ്.